ആദ്യം തന്നെ എല്ലാ ഓണക്കാലത്തും വിഷുക്കാലത്തും ഒക്കെ ക്രിസ്മസ് കാലത്തും ഒക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് അത് ബംഗളൂരുവിലെ മലയാളികൾ അനുഭവിക്കുന്ന യാത്രാക്ലേശം. മറുനാടൻ മലയാളികളുടെ ദുരിതയാത്രയാണ്. പ്രത്യേകിച്ച് ബംഗളൂരുവിലെ മലയാളികൾക്ക് ട്രെയിനിൽ കാല് കുത്താൻ ഇടമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് യാത്രക്കാർ. പ്രത്യേക ട്രെയിൻ അനുവദിച്ചിട്ടും തിരക്കിന് ഒരു കുറവുമില്ല എന്നതാണ് ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത്. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായിട്ട്. ശ്രീധരൻ, എത്ര സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചിരുന്നു? ഈ ബുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പ്രതീക്ഷയോടെ കിട്ടും ടിക്കറ്റ് കിട്ടുമെന്ന് കരുതിയാണ് എത്തുന്നത്. ബസ്സുകളിലും സമാന സ്ഥിതിയാണോ? ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയാണോ? ഡിവിഷൻ സ്പെഷ്യൽ ട്രെയിൻ എന്നുള്ളത് ആകെ ഒരു ട്രെയിനാണ്. അത് എല്ലാ കാലത്തും, ഏത് ഉത്സവ സീസൺ ആവട്ടെ, എല്ലാ കാലത്തും ആകെ ഒരു ട്രെയിനാണ് അനുവദിക്കാറ്. അതും അവസാന നിമിഷം. ഇപ്പൊ ഇത് ഇന്നലെയാണ് ഈ ഏറ്റവും തിരക്കുള്ള ദിവസങ്ങളിൽ ഒന്നായ ഇന്നലെയാണ് സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിച്ചത്. ഇന്ന് വൈകിട്ട് 4:30 ആ ട്രെയിൻ പുറപ്പെട്ടുകയും കഴിഞ്ഞു. അതിനുശേഷം സ്ഥിരമായുള്ള കൊച്ചുവേളി എക്സ്പ്രസിൽ നിന്നാണ് ഈ ഒരു കാഴ്ച, മൈസൂർ കൊച്ചുവേളി എക്സ്പ്രസിൽ നിന്നാണ് ഈ കാഴ്ചകൾ കാണുന്നത്. നോക്കൂ, ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുകയാണ്. കാലുകുത്താൻ വരെയുള്ള ഒരു സ്ഥലം പോലും അതിലില്ല. ചില വിദ്യാർത്ഥികളൊക്കെ നമ്മൾ വിളിച്ചു പറഞ്ഞിരുന്നു, ശ്വാസം മുട്ടും, ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയുണ്ട്, ഭയമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിദ്യാർത്ഥികളൊക്കെ വിളിക്കുന്നുണ്ട്. ഏതായാലും വലിയ തിരക്ക്. ഇപ്പോൾ 5 മണിക്ക് ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ട കൊച്ചുവേളി എക്സ്പ്രസിലെ കാഴ്ചയാണിത്. ഇനി അടുത്ത ട്രെയിൻ 7 മണിക്കുണ്ട്. അതിനുശേഷം 8:30 മറ്റൊരു ട്രെയിനുണ്ട്. ഈ ട്രെയിനുകളിലെല്ലാം തന്നെ സ്ഥിതി യാതൊരു വ്യത്യാസവുമില്ല. മാസങ്ങൾക്ക് മുൻപേ തന്നെ ഈ ട്രെയിനുകളിലെല്ലാം തന്നെ ടിക്കറ്റ് എല്ലാം വിറ്റുപോയിരുന്നു. ഇത് ജനറൽ കമ്പാർട്ട്മെന്റിലെ കാഴ്ച മാത്രമല്ല, ജനറൽ കമ്പാർട്ട്മെന്റിനോട് ചേർന്നിട്ടുള്ള സ്ലീപ്പർ കോച്ചുകളിലേക്ക് കൂടി ആളുകൾ തിങ്ങിക്കയറുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നു. നരകയാത്രയ്ക്ക് യാതൊരുവിധ ശമനവുമില്ല. രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ബസ്സുകളുടെ അവസ്ഥ ഏതാണ്ട് ഇരട്ടിയിലധികം. ശ്രീധരനിലേക്ക് ഒന്ന് മടങ്ങി വരാം.